സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെള്ളരിങ്ങക്കറിയാണ് വെക്കുന്നത്. വെള്ളരിങ്ങയും മാങ്ങയും കൂടെ വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം. സാധാരണ വെള്ളരിങ്ങയൊക്കെ ചില മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ പച്ചടിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിന്ന് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാമേ. അതിനായിട്ട് ഞാൻ വെള്ളരിങ്ങയൊക്കെ ഒന്ന് ചെത്തി ഒരു കഷ്ണങ്ങളാക്കി ചെറിയ പീസാക്കി ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണേ. നല്ല വൃത്തിയായിട്ട് ഒന്ന് കഴുകി എടുത്ത് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പീസാക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചെറിയ മാങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. അതിന് ശേഷം നമുക്ക് അത് കറി വയ്ക്കാം നല്ല വൃത്തിയായിട്ട്. ഒത്തിരി വിളഞ്ഞ മാങ്ങ വേണ്ട, എന്നാൽ പുളിയുള്ള മാങ്ങയായിരിക്കണം, ഒത്തിരി ഇതാവണ്ട. അപ്പം നമുക്ക് ഞാനതിനെ ഒരുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം നമുക്ക് 5-6 ചെറിയ ഉള്ളി ഞാനത് പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ചേർക്കാം. അതൊന്ന് കീറിയിട്ടാണ് അത് നമുക്കൊന്ന് വാട്ടിയെടുത്തിട്ട് വേണം. ഈ വെള്ളരിങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളരിങ്ങയും കൂടെ നമ്മൾ ഒരുമിച്ച് ഈ വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് വാട്ടും. അപ്പം ഞാൻ 2 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ഒരുമിച്ച് ശരിക്കും ആ വെളിച്ചെണ്ണയിലൊന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കതൊന്ന് ചെറിയ മൂപ്പാകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളരിങ്ങ ചേർക്കാം. അപ്പോൾ വെള്ളരിങ്ങയും കൂടെ ശരിക്കും ഒന്നും മൂക്കണം. ഒന്ന് ചെറുതായിട്ട് ആ എണ്ണ കിടന്നൊന്ന് ചൂടായി ഒന്ന് വാടി വരുമ്പം അതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ഇച്ചിരി മുളക് പൊടിയൂടെ ചേർക്കണം. അപ്പം അത് വാടിയതിന് ശേഷമേ ചേർക്കാവൂ. അപ്പോൾ അല്ലാതെ നമുക്കൊരു പച്ച ചവയ്ക്കും. അപ്പോൾ പച്ച ഇതൊക്കെ അങ്ങ് മാറും. അപ്പം നമുക്കിനി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണോളം നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ്, അതും കൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് മിക്സാക്കാം. നല്ലതുപോലെ ഈ പൊടി ഒന്ന് മിക്സ് ആവട്ടെ, വെള്ളരിങ്ങയ്ക്കകത്തൊന്ന് മിക്സായി പിടിക്കട്ടെ. അതിന് ശേഷം നല്ലതുപോലെ അതിന് ലേശം ഉപ്പൂടെ ചേർക്കണം. അപ്പം നമുക്ക് അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം മതി. വെള്ളരിങ്ങയിൽ വെള്ളമുണ്ട്, നമുക്കിതൊന്ന് വേഗം വെക്കണം. അപ്പം ആദ്യം ഉപ്പും കൂടെ ചേർക്കാം. കാരണം മാങ്ങ ഇപ്പം നമ്മൾ ചേർക്കത്തില്ല. മാങ്ങ ഈ വെള്ളരിങ്ങ മൊത്തത്തിൽ ഒന്ന് മിക്സാക്കി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്താൽ മതി. നമുക്കിനി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഉള്ള അരപ്പ് ശരിയാക്കാം. ഓക്കെ, ഇതിന് ചേർക്കേണ്ടുന്ന ഗ്രേവിക്കുള്ള തേങ്ങയൊക്കെ അങ്ങ് തിരി വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് തേങ്ങ, 1 പിടി തേങ്ങ ഞാൻ എടുത്ത് അരയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നല്ല ജീരകമാണ് ചേർക്കുന്നത്. നല്ല ജീരകം, ലേശം മഞ്ഞൾപ്പൊടി, കാരണം മഞ്ഞൾപ്പൊടി ഞാൻ ആക്ച്വലി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ചുമന്നുള്ളി ചേർക്കുന്നുണ്ട്. നമുക്കിത് അരച്ചെടുക്കണം. ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി അതിനകത്ത് ചേർത്തത് കൊണ്ട് നമുക്കിപ്പം ഇതിനകത്ത് ചേർക്കണ്ട. അപ്പം നമുക്ക് ഇതൊരുമിച്ച് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളരിങ്ങ എന്തായെന്ന് നോക്കാം. ശരിക്കും വെള്ളരിങ്ങയൊക്കെ ഒന്ന് ഇളക്കി അതൊരു പരുവം ആയി വരുന്നുണ്ട്. നമുക്കിനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാങ്ങയും കൂടെ ചേർക്കാം. അപ്പം ഈ മാങ്ങ ആദ്യമേ ചേർത്താൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളരിങ്ങ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചേർക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാങ്ങയൊക്കെ ചേർത്ത് ഇനി അതും കൂടെ ഒരുമിച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് അരച്ചത് ചേർക്കണം. നമുക്ക് നല്ലപോലെ ഒരു 2 മിനിറ്റ് മതി. വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാ. മറ്റ് കറികളോ മീനോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഉച്ചയൂണിന് ഏറ്റവും ബെറ്ററാണ്. നല്ല രുചിയായ കറിയാണ്. അപ്പം ഞാൻ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അരച്ച് തേങ്ങയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇനി അതൊന്ന് തിളയ്ക്കണം. ഉപ്പ് കുറച്ചും കൂടെ വേണ്ടി വന്ന്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉപ്പ് ചേർത്തത്. ഉപ്പൊക്കെ ഇടയ്ക്ക് നോക്കിക്കോണം. അപ്പോൾ നമ്മുടെ പാകത്തിന് വേണം ഉപ്പ്. കാരണം മുളക് പൊടി അത് മതി. കാരണം പച്ചമുളക് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചേർത്ത്. ഇനിയിപ്പം നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാം. അപ്പം ഞാൻ അതിനകത്തോട്ടൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ഇങ്ങനെയുള്ള കറിയൊക്കെ കടുക് താളിക്കണം. താളിച്ചാൽ ഏറ്റവും രുചിയായിരിക്കും. അപ്പം ഞാൻ കുറച്ച് കടുക് ഇട്ട് അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളക് മുറിച്ച് ഞാനിട്ട് ഇനി അത് രണ്ടും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും കൂടി ഇടണം. അപ്പം നമ്മുടെ കാരണം മറ്റ് കറികളെ കറിവേപ്പില ഇട്ട് ഞാനത് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഈ കറിക്കകത്ത് തന്നെ വെള്ളരിങ്ങയും മാങ്ങയും കൂടെ ചേർത്ത്, നിങ്ങൾ ഇതുവരെ കറി വെച്ചിട്ടില്ലേ, വെച്ച് നോക്കണം. അത്രയ്ക്ക് രുചികരമായ കറിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നമുക്ക് മീനൊന്നും ഇല്ലെങ്കിലും ഏറ്റവും നല്ല കറിയാണ്. നിങ്ങൾക്ക് ഇതുവരെ വെച്ച് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഓക്കെ, വളരെ അത്ര രുചികരമായ കറിയാണ്. നിങ്ങൾ ചെയ്യണം. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക്സ്.